ഹലോ ടീം, നമ്മുടെ ഷാജഹാൻ്റെ ഇപ്പോൾ ഞാൻ മുമ്പ് ഒരു പോയിൻ്റ് കണ്ടോ നിങ്ങൾ? പോയിൻ്റ് വിട്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഷാജഹാൻ ഒരുപാട് കാലങ്ങളായിട്ട് മൂത്രത്തിൽ കല്ലിൻ്റെ പ്രശ്നമായിട്ട് ഒരുപാട് കാലങ്ങളായി. ഇതാണ് വ്യക്തി. അപ്പോൾ മൂപ്പര് നമ്മളെ ഐപ്പൾസ് ഉപയോഗിച്ചു ഒരു 15 ദിവസം ഐപ്പൾസ് ഉപയോഗിച്ചതിന് ശേഷം ഇപ്പോൾ വന്ന റിസൾട്ടാണ്. ഇപ്പോൾ മുമ്പ് കാണിച്ചു തന്ന ഈ കാണുന്ന ഈ പ്രൊഡക്റ്റ് മൂത്രനാളിയിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ്. കണ്ടില്ലേ? ഈ സാധനം മൂത്രത്തിൽ കൂടി പുറത്ത് ചാടിയതാണ്. മൂത്രത്തിൽ കല്ലാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചികിത്സയും കാര്യങ്ങളും നടത്തിയാണ്. ബാക്കിയുള്ള അതിൻ്റെ കറക്റ്റ് റിസൾട്ടും കാര്യങ്ങളും എന്ത് ചെയ്യും, ഷാജഹാൻ സാറ് തന്നെ പറയുന്നതാണ്. ഹലോ, കൊല്ലത്തിൽ ഉണ്ടാവുന്നതാണ് അസുഖം. വേദന വന്നാൽ 3 ദിവസം കഴിഞ്ഞാണ് കല്ല് പോവാറ്. 15 ദിവസം പൾസ് കുടിച്ചു. അതിന് ശേഷം അന്ന് തന്നെ കല്ല് പുറത്ത് ചാടി. കാരണം 2-3 ദിവസം കഴിഞ്ഞാണ് കല്ല് പോലെ. 2 ദിവസം നേരെ സൈക്കിളാണ് ചെയ്ത് പൾസ് കുടിച്ചതിൻ്റെ കാരണം കൊണ്ട് അന്ന് തന്നെ കല്ല് പുറത്ത് ചാടി. ഗോതമ്പടിന്ന് അത്ര വലിപ്പമുള്ളൊരു കല്ലാണ്. നല്ല വേദന ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ കുഴപ്പമില്ല. സാറിൻ്റെ കല്ല് 2-3 വരുന്നുണ്ട്. ഇതിപ്പോൾ ഒറ്റയടിക്ക് ചെറിയ കല്ലായിട്ടാണ് പോകുന്നത്. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കൊല്ലത്തിൽ വേദന വരുന്നതാണ്. ഇപ്രാവശ്യം ഈ വർഷം വന്നപ്പോൾ പെട്ടെന്ന് 8 ദിവസം വേദന അനുഭവിക്കേണ്ടതുള്ളൂ. പുറത്ത് ചാടിയെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല, മൂത്രം പോകുന്നുണ്ട്. നമ്മുടെ പൾസിൻ്റെ റിസൾട്ട് ഇതാണ്. ഇത്രമാത്രം അമേസിങ് റിസൾട്ട് ഉണ്ടാക്കണം നമ്മുടെ പൾസ്. ഇപ്പോൾ ആൾക്കാർക്ക് സംശയമാണ് മൂത്രക്കടിച്ചിൽ കഴിക്കാൻ പറ്റും. മൂത്രക്കടിച്ചിൽ കഴിച്ചിട്ട് റിസൾട്ട് വന്ന വ്യക്തിയാണ് നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്ത് ചെയ്യുക, കറക്റ്റ് മനസ്സിലാക്കുക. അത് ഉപയോഗിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, അതിന് അഭിപ്രായം പറയരുത്. നമ്മൾ ഉപയോഗിച്ച് എന്താണോ റിസൾട്ട് അനുഭവപ്പെടുന്നത് അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക. കാരണം നമ്മുടെ മുന്നിൽ ഇന്ന് ഇത്തരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ മുന്നിലേക്ക് നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു വിഷയം എത്തിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ വലിയൊരു സ്വതക്ക തന്നെയാണ്. നമുക്ക് തന്നെ വിജയിക്കാൻ പറ്റുന്ന നല്ലൊരു നാളെ ആഹാരത്തിലും, ഇന്ന് ഇഹലോകത്ത് നാളെ ആഹാരത്തിലും വലിയൊരു മുതൽക്കൂട്ടാവുന്ന സംഗതിയാണ്. ഓക്കെ.